Using the perturbation theory, the second order energy correction can be written as നമ്മൾ എഴുതില്ലേ En(2) ആ 2നെ കാണിക്കാനാണ് ഡബിൾ ഡാഷ് ഇട്ടിരിക്കുന്നത് ഈസ് ഈക്വൽ ടു നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അതായത് ഫസ്റ്റ് E1ൻ്റെ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് അതിനെ മോഡ് എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ E2 മൈനസ് E1 ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ അപ്പർ സ്റ്റേറ്റ് ടൂനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ സ്റ്റേറ്റ് ഇത് ലോവർ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് E1 അതുകൊണ്ടാണ് EK മൈനസ് E1 എല്ലാ ഇക്വേഷൻസിലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ കേട്ടാൽ ലോവർ അവസാനം നമുക്കറിയാം അപ്പർ ഉള്ളത് നമ്മൾ നമ്മൾ EK ആണെന്ന് വിചാരിക്കണം ഇവിടെ EK മൈനസ് E1 പിന്നെ ന്യൂമറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ മോഡിൻ്റെ സ്ക്വയറാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ഇവിടെ തിരിക്കണത് ഓഫ് കെ H' കെറ്റ് മോഡ് സ്ക്വയറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കും ഇവിടെ തമ്മിൽ എന്താ വ്യത്യാസം ന്യൂമറേറ്ററിനെ സ്ക്വയർ ചെയ്തിട്ടില്ല അതൊരു തെറ്റാണ് അപ്പോൾ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇതാണ് ശരിയായിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കിയേ ഇവിടെ പ്രത്യേകത എന്താ ലോവറിന്ന് സെക്കൻഡ് സ്റ്റേറ്റ് കുറച്ചിരിക്കണം അപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലായി ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ന്യൂമറേറ്റർ ശരിയാ ഡിനോമിനേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് ഇവിടെ നെഗറ്റീവാണ് വേണ്ടതായിരുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് സെക്കൻഡ് എനർജി ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ മോഡ് എടുക്കും നമ്മൾ സാധാരണ എടുക്കാറുള്ളത് N ഓഫ് H' ആണ് എടുക്കാറുള്ളത് അവിടെ KL ഉപയോഗിച്ച കാരണം അവിടെ നിന്ന് നിൽക്കട്ടെ അതിൻ്റെ സ്ക്വയർ എടുക്കണം ഡിവൈഡഡ് ബൈ E2 മൈനസ് E1 പകരം EK മൈനസ് E1 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്